പറയാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരു തിയറും രണ്ട് കൊറോളറിയും നോക്കാനുണ്ട്. ആദ്യം അത് നോക്കാം. An integer c is said to be common multiple of two non-zero integers a and b whenever a divides c and b divides c. കാരണം എയും ബിയും സീനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് പറയുക, സി എന്ന് പറയുന്നത് ഒരു കോമൺ മൾട്ടിപ്പിൾ ഓഫ് എ ആൻഡ് ബി ആണെന്ന് പറയാം. സീറോ എടുക്കുകയാണെങ്കിൽ സീറോ ഈസ് ദി കോമൺ മൾട്ടിപ്പിൾ ഓഫ് എ ആൻഡ് ബി. കാരണം സീറോയിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇപ്പോൾ എ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ഇൻറ്റു സീറോ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അതുപോലെ ഏത് നമ്പറിനെയും ഇൻറ്റു സീറോ ചെയ്ത് കഴിഞ്ഞാൽ സീറോ എന്നാണ് കിട്ടുക. അപ്പോൾ സീറോ ഈസ് ദി കോമൺ മൾട്ടിപ്പിൾ ഓഫ് എ ആൻഡ് ബി ആണ്. അതുപോലെ തന്നെ ദ പ്രോഡക്ട്സ് എ ബി ആൻഡ് മൈനസ് എ ബി ആർ ബോത്ത് കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് എ ആൻഡ് ബി. എ ആൻഡ് ബിയുടെ കോമൺ മൾട്ടിപ്പിളാണ്. എ ബി എന്നുള്ളതും മൾട്ടിപ്പിളാണ്, അതുപോലെ തന്നെ മൈനസ് എ ബി എന്നുള്ളതും മൾട്ടിപ്പിളാണ്. ഇനി വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വെച്ച് നമുക്ക് ഒരു കാര്യം കൂടി പറയാം. ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് എ ആൻഡ് ബി മസ്റ്റ് കണ്ടെയ്ൻ എ ലീസ്റ്റ് ഇൻറ്റീജർ. എയുടെയും ബിയുടെയും കോമൺ മൾട്ടിപ്പിൾ, എയും ബിയും പോസിറ്റീവ് ആണെങ്കിൽ എയുടെയും ബിയുടെയും പോസിറ്റീവ് കോമൺ മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം എന്തുണ്ടായിരിക്കും, ഒരു ലീസ്റ്റ് നമ്പർ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ റിസൾട്ടുകളാണ്. ആ റിസൾട്ടുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്തത് ഒരു തിയറം നോക്കാം. If P is a prime then and P divides AB then P divides A or P divides B. P എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. P divides AB ആണെങ്കിൽ P എന്ന് പറയുന്നത് ഒന്നുകിൽ എനെ ഡിവൈഡ് ചെയ്യും, അതല്ലെങ്കിൽ ബിനെ ഡിവൈഡ് ചെയ്യും. ഇത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പ്രൂവ് ചെയ്യാനുണ്ടാവില്ല. ഇപ്പോൾ 2 divides 10 വേണ്ട, വേറൊരു നമ്പർ എടുക്കാം, 18 എടുത്തു വിചാരിക്കും. 2 divides 18 എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് 2 divides നമുക്ക് 18നെ 6 into 3 എന്ന് പറയാം, അല്ലേ, 6 into 3. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, 2 എന്ന് പറയുന്നത് 6നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ 2 എന്ന് പറയുന്നത് 3നെ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒന്നുകിൽ എനെ ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ബിനെ ഡിവൈഡ് ചെയ്യുമെന്നേ പറയാൻ പറ്റും. ചില കേസിൽ രണ്ടും ഡിവൈഡ് ചെയ്യാറുണ്ട്. ചില കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ചില കേസിൽ എനെയും ഡിവൈഡ് ചെയ്യും ബിനെയും ഡിവൈഡ് ചെയ്യും. പക്ഷേ നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഉറപ്പായിട്ട് പറയാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, പി ഡിവൈഡ്സ് എ ബി, പ്രോഡക്റ്റ് എ ബി ആണെങ്കിൽ, ഇവിടെ എ എന്ന് പറയുന്നത് 6 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ്, പ്രോഡക്റ്റ് എ ബി എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് 18നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ പി ഡിവൈഡ്സ് എ ആയിരിക്കും, അതല്ലെങ്കിൽ പി ഡിവൈഡ്സ് ബി ആയിരിക്കും. ഇവിടെ പി ഡിവൈഡ്സ് ബി അല്ല, 2 എന്നുള്ളത് 3നെ ഡിവൈഡ് ചെയ്യുന്നില്ല, 2 എന്ന് പറയുന്നത് 6നെ മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുക്കുകയാണ്, പി ഡിവൈഡ്സ് എ ആണെന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. അവരെന്താ പറഞ്ഞാൽ, ഒന്നുകിൽ എനെ ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ബിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പി ഡിവൈഡ്സ് എ ആണെങ്കിൽ പിന്നെ വേറൊന്നും പ്രൂവ് ചെയ്യാനില്ല, എനെ ഡിവൈഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ശരി. ഇഫ് പി ഡിവൈഡ്സ് എ ദർ ഈസ് നത്തിങ് ടു പ്രൂവ്. ഇനി അങ്ങനെയല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പി ഡസ് നോട്ട് ഡിവൈഡ് എ, പി എനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നെടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് പി ഡിവൈഡ്സ് ബി. പി ബിനെ ഡിവൈഡ് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. എനെ ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും ഏതിനെ ഡിവൈഡ് ചെയ്യണം, ബിനെ ഡിവൈഡ് ചെയ്യണം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഓൺലി പോസിറ്റീവ് ഡിവൈസസ് ഓഫ് പി എന്ന് പറയുന്നത് എന്താ, പി പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറിൻ്റെ ഡിവൈസേഴ്സ് ഏത് മാത്രമേ വരുള്ളൂ, ഒന്നുകിൽ 1 ആയിരിക്കും, അതല്ലെങ്കിൽ പി ആയിരിക്കും, അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, പി എന്ന് പറയുന്നത് എനെ ഡിവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ പിക്കും എക്കും കോമൺ ആയിട്ട് യാതൊരുവിധ ഡിവൈസേഴ്സും ഉണ്ടാവില്ല, കോമൺ ആയിട്ട് ഒരു ഡിവൈസറും ഉണ്ടാവില്ല. അപ്പോൾ പിയുടെയും എയുടെയും ജി സി ഡി എന്തായിരിക്കും, 1 ആയിരിക്കും. അതായത് കോമൺ ആയിട്ട് ഒരു ഡിവൈസറും പിക്കും എക്കും വരുന്നില്ല, അതാണ് അർത്ഥം. കാരണം പിക്ക് വരുന്ന ഡിവൈസർ ഓൺലി പി അല്ലെങ്കിൽ 1 ആണ്. പി എന്ന് പറയുന്നത് എനെ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ പിയുടെയും എയുടെയും ജി സി ഡി എന്ത് മാത്രമേ വരുള്ളൂ, 1 മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് പി ഡിവൈഡ്സ് എ ബി ആൻഡ് ജി സി ഡി ഓഫ് പി എ ഈക്വൽ ടു 1. നമ്മൾ മുൻപ് ഒരു യൂക്ലിഡ്സ് ലെമ്മ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? എന്താണ് യൂക്ലിഡ്സ് ലെമ്മ? യൂക്ലിഡ്സ് ലെമ്മ എന്ന് പറഞ്ഞാൽ എ ഡിവൈഡ്സ് ബി സി, എ ഡിവൈഡ്സ് ബി സി ആൻഡ് ജി സി ഡി ഓഫ് എ ബി, ജി സി ഡി ഓഫ് എ ബി 1 ആണെങ്കിൽ എ ഡിവൈഡ്സ് സി. ഇതാണ് നമ്മൾ യൂക്ലിഡ്സ് ലെമ്മയിൽ പഠിച്ചിരിക്കുന്നത്. എന്താണ് പഠിച്ചിരിക്കുന്നത്? എ ഡിവൈഡ്സ് ബി സി, എ ഡിവൈഡ്സ് ബി സി ആൻഡ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1.
അതായത് എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഡിവൈസേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ ഏതിനെ മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ, സീനെ മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ എന്നുള്ളത് യൂക്ലിഡ്സ് ലെമ്മ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത്. പി ഡിവൈഡ്സ് എ ബിയുമാണ്, ജി സി ഡി ഓഫ് പി എ എന്നുള്ളത് 1ഉമാണ്. അങ്ങനെയാണെങ്കിൽ യൂക്ലിഡ്സ് ലെമ്മ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, പി ഡിവൈഡ്സ് ബി എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തായി, പി എനെ ഡിവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ പി ബിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ റിസൾട്ടായി, നമ്മുടെ തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കൊരു കൊറോളറി നോക്കാം. ഇഫ് പി ഈസ് എ പ്രൈം ആൻഡ് പി ഡിവൈഡ്സ് a1 into a2 into etc into an, then p divides ai for some i where 1 less than or equal to i less than or equal to n. നേരത്തെ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റിനെയാണ് ഡിവൈഡ് ചെയ്തത്. പി ഡിവൈഡ്സ് എ ബി ആണെങ്കിൽ പി ഒന്നുകിൽ എനെ ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ബിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെയോ പ്രോഡക്റ്റ് n ടേംസിൻ്റെ പ്രോഡക്റ്റിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അത് 2 എന്നുള്ള കേസ് n എന്നുള്ള കേസിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. പി ഡിവൈഡ്സ് a1 a2 എക്സെട്ര an ആണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, പി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എ ഐനെ ഡിവൈഡ് ചെയ്യും. എ ഐ എന്ന് പറഞ്ഞാൽ ഐ വാരീസ് ഫ്രം 1 to n. ഏതെങ്കിലും ഒരു എ ഐ എന്നുള്ള വാല്യൂവിനെ പി ഡിവൈഡ് ചെയ്യുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളത് ഇൻഡക്ഷൻ മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡക്ഷനിൽ നമുക്ക് എന്ത് പറയാം, ഈ നമ്പർ ഓഫ് ഫാക്ടേഴ്സാണ് n എന്ന് പറയുന്നത് കേട്ടോ. a1 a2 എക്സെട്ര anലെ n എന്നുള്ള നമ്പർ ഇല്ലേ, അത് നമ്മൾ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ n 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക, n 1 ആണെങ്കിൽ p ഡിവൈഡ്സ് a1 ആണ്. അപ്പോൾ എന്തായാലും p ഡിവൈഡ്സ് a1 ആണെങ്കിൽ പിന്നെ p ഡിവൈഡ്സ് a1 തന്നെയാണ്, നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. ഓക്കെ, ഇനി n 2 ആണെങ്കിൽ എന്താ വരിക, n 2 ആണെങ്കിൽ തൊട്ട് മുമ്പിലത്തെ തിയറായിട്ട് മാറും. അത് n 2 ആണെങ്കിൽ p ഡിവൈഡ്സ് a1 a2 എ ബിക്ക് പകരം a1 a2 എന്ന് കൊടുത്താൽ മതി. ഈ തൊട്ട് മുമ്പിൽ നമ്മൾ ചെയ്തത് എന്താണ്, ഈ തിയറത്തിൽ പി ഡിവൈഡ്സ് എ ബി ആണെങ്കിൽ പി ഡിവൈഡ്സ് എ ഓർ പി ഡിവൈഡ്സ് ബി എന്ന് പറയില്ല, അതേപോലെ നമുക്ക് എന്ത് എഴുതാം, പി ഡിവൈഡ്സ് രണ്ടെണ്ണാണെങ്കിൽ പി ഡിവൈഡ്സ് a1 a2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഒന്നുകിൽ പി എന്ന് പറയുന്നത് a1നെ ഡിവൈഡ് ചെയ്യും, അതല്ലെങ്കിൽ പി എന്ന് പറയുന്നത് a2നെ ഡിവൈഡ് ചെയ്യും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 2 എന്നുള്ളതിനും റിസൾട്ട് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യേണ്ടത്, സപ്പോസ് ദാറ്റ് n greater than 2 and that whenever p divides a product of less than n factors, it divides at least one of the factors. അതായത് പി എന്ന് പറയുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ കെ വരെ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാണ് പറയുന്നത് n greater than 2 and that whenever p divides a product of less than n factors, it divides അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ്. ഇവിടെ കെ എന്ന് പറയുന്നത് ലെസ് ദാൻ എൻ ആയിട്ടുള്ള ഒരു നമ്പർ എടുക്കണം. ഓക്കെ, ലെസ് ദാൻ എൻ എന്നാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് കെക്ക് എന്നുള്ളതിന് ഒരു വാല്യൂ നമ്മൾ പറയുന്നില്ല, ലെസ് ദാൻ എൻ അങ്ങനെയാണ് കെക്ക് വാല്യൂ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത്രയും വരെ ഈ റിസൾട്ട് ട്രൂ ആണ്. അതിൻ്റെ അർത്ഥം എന്താ, ഇപ്പോൾ പി ഡിവൈഡ്സ് a1 a2 എക്സെട്ര an-1 അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ എക്സാമ്പിൾ ഇങ്ങനെ എടുത്തോളൂ, kn-1 ആണ് എടുത്തോളൂ. കെ എന്ന് പറയുന്നത് n-1 ആണ്. അതിൻ്റെ അർത്ഥം എന്താ, പി ഡിവൈഡ്സ് a1 a2 ഇൻറ്റു ആണ് കേട്ടോ, ഇൻറ്റു a2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു an-1 എന്നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പി ഡിവൈഡ്സ് ഏതെങ്കിലും ഒരു എ ഐ വേർ ഐ വാരീസ് ഫ്രം 1 to n-1. ഇതിലേതെങ്കിലും ഒന്നിനെ എന്താ പറയുക ഡിവൈഡ് ചെയ്യുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ nth കേസ് എടുക്കണം. n-1 അല്ലേ k എടുത്ത്, അപ്പോൾ nth കേസ് എടുക്കുമ്പോൾ എന്താ വരിക, nth കേസ് എന്ന് പറഞ്ഞാൽ k+1th കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, n ആണ് വരിക അല്ലേ. n-ന് ട്രൂ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് എന്താ എടുക്കണേ, പി ഡിവൈഡ്സ് a1 ഇൻറ്റു a2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു an-1 ഇൻറ്റു an ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, പി ഡിവൈഡ്സ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി എ ഐ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ 2 ടേമായിട്ട് എടുക്കുകയാണ്. അതായത് ഇവിടെ മുതൽ an-1 വരെ ഒരു ടേം, an എന്നുള്ളത് വേറെ ടേം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, പി ഡിവൈഡ്സ് ഇത്രയും ടേമിനെ നമുക്ക് എന്ത് വിളിക്കാം, ഒരു ബി എന്ന് വിളിച്ചു, രണ്ടാമത്തെ ടേമിനെ an എന്നും വിളിച്ചു. ഇതിന് രണ്ടെണ്ണത്തിന് ഈ റിസൾട്ട് ട്രൂ ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, ദെൻ പി ഡിവൈഡ്സ് ബി അല്ലെങ്കിൽ പി ഡിവൈഡ്സ് an. ഓക്കെ, അപ്പോൾ പി ഡിവൈഡ്സ് an ആയപ്പോൾ തന്നെ റിസൾട്ട് ട്രൂ ആയി, കാരണം അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി എ ഐനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പി ഡിവൈഡ്സ് an ആണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എന്തായാലും ഒരെണ്ണത്തിന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പി ഡിവൈഡ്സ് ബിയിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, പി ഡിവൈഡ്സ് ബി, ഇഫ് പി ഡിവൈഡ്സ് an ആണെങ്കിൽ പി ഡിവൈഡ്സ് an ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാനുണ്ട്, ഒന്നും പ്രൂവ് ചെയ്യാനില്ല. പി ഡിവൈഡ്സ് an ആണെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ ഡിവൈഡ് ചെയ്യുന്നൊന്നും നമുക്ക് കിട്ടി. ഇനി അതല്ലെങ്കിലോ പി ഡിവൈഡ്സ് ബി ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇപ്പോൾ പി ഡിവൈഡ്സ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പി ഡിവൈഡ്സ് a1 ഇൻറ്റു a2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു an-1 ആയിരുന്നു.
ഇതിനല്ലേ നമ്മൾ kth കേസായിട്ട് എടുത്തത്. an-1 വരെയുള്ള അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു aiനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അത് k+1 സ്റ്റേജിൽ നമുക്ക് എന്തായി ആൻസർ കറക്റ്റായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത തിയറം നോക്കാം, അടുത്ത കൊറോളറി നോക്കാം. ഇഫ് P, Q1, Q2, എക്സെട്ര Qn ആർ ഓൾ പ്രൈംസ്, എല്ലാം പ്രൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ P ഡിവൈഡ്സ് Q1 ഇൻറ്റു Q2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Qn, ദെൻ P ഈക്വൽ ടു സം Qi ഫോർ സം i വേർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അത് ആലോചിച്ചാൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. P എന്ന് പറയുന്നത് പ്രൈംസിൻ്റെ ഒരു പ്രോഡക്റ്റിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. P എന്ന് പറയുന്നത് P ഡിവൈഡ്സ് Q1, Q2 എക്സെട്ര Qn, അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ P എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്, അതിന് വേറെ ഡിവൈസേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് എന്തായാലും Q1, Q2 എല്ലാം പ്രൈം ആയതുകൊണ്ട് P എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒരു പ്രൈം ആവാനേ വഴിയുള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 ഡിവൈഡ്സ് വേറെ പ്രൈമിൻ്റെ പ്രോഡക്റ്റ് 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 11 അങ്ങനെയാണ് വരണേന്ന് വിചാരിക്കും. ഇതെല്ലാം പ്രൈംസ് ആണ്. അപ്പോൾ ഇതിലേത് ശരിയായി? 2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു 2നെ ഡിവൈഡ് ചെയ്യുന്നില്ലേ? ഓക്കെ, അതായത് 2 എന്ന് പറയുന്നത് ഇവിടെ സം Q1നോട് ഈക്വൽ ആണ് നമുക്ക് കിട്ടി. ഇതാണ് Q1, ഇത് Q2, ഇത് Q3, ഇത് Q4 ആണ്. ഓക്കെ, ഇത് Q1, Q2, Q3, Q4 ആണ്. അപ്പോൾ P എന്ന് പറയുന്നത് Q1നോട് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാം? കൊറോളറി 1ൽ നമ്മൾ എന്താണ് പറഞ്ഞത്? കൊറോളറി 1ൽ പറഞ്ഞു P ഡിവൈഡ്സ് ദ പ്രോഡക്റ്റ് Q1, Q2 എക്സെട്ര Qn ആണെങ്കിൽ P ഡിവൈഡ്സ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി Qi, ഏതെങ്കിലും ഒരു Qiനെ P ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്തെഴുതാം? P ഡിവൈഡ്സ് വൺ ഓഫ് ദി Qi ഫോർ സം i, ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഏതോ ഒരു Qiനെ P ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി P എന്ന് പറയുന്നതും പ്രൈമാണ്, Qi എന്ന് പറയുന്നതും പ്രൈമാണ്. ഒരു പ്രൈം നമ്പർ ഒരിക്കലും വേറൊരു പ്രൈം നമ്പറിനെ ഡിവൈഡ് ചെയ്യില്ല, കാരണം അതിന് രണ്ടിനും കോമൺ ആയിട്ട് വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് Qiന് വരാവുന്ന ഫാക്ടേഴ്സ് 1ഉം Qiയും മാത്രമേ ഉള്ളൂ. അപ്പോൾ P എന്ന് പറയുന്നതിന് വരാനുള്ള ചാൻസ് എന്ത് മാത്രമാണ്? ഒന്നുകിൽ 1 ആയിരിക്കണം അല്ലെങ്കിൽ Qi ആയിരിക്കണം. പക്ഷേ P എന്ന് പറയുന്നത് പ്രൈമാണ്, അതുകൊണ്ട് എപ്പോഴും Pക്ക് എടുക്കാവുന്ന വാല്യൂ ഏത് മാത്രമേ വരുള്ളൂ? Qi മാത്രമേ വരുള്ളൂ. ഓക്കെ, അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. Every positive integer n greater than 1 can be expressed as a product of primes. This representation is unique apart from the order in which the factors occur. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏത് പോസിറ്റീവ് ഇൻറ്റിജർ n എടുത്താലും അതിനെ പ്രൈംസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റും. പിന്നെ അത് എഴുതുന്നത് യുണീക്കായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആയിരിക്കുകയും ചെയ്യും. വേറൊരു രീതിയിൽ അതിനെ പ്രൈംസിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല, ഒരേ ഒരു രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങണേന്ന് നോക്കാം. ഐദർ n ഈസ് പ്രൈം ഓർ കോമ്പോസിറ്റ്. n എന്ന് പറയുന്നത് എപ്പോഴും കോമ്പോസിറ്റ് നമ്പർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ പ്രൈം നമ്പർ ആവാം. പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്ക് ഒന്നും തന്നെ പ്രൂവ് ചെയ്യാനില്ല. ഇഫ് n ഈസ് പ്രൈം ദെൻ ദർ ഈസ് നത്തിങ് ടു പ്രൂവ്. ഒന്നും പ്രൂവ് ചെയ്യാനില്ല, കാരണം എന്താ? ആ പ്രൈം നമ്പറിനെ ആ നമ്പറും 1ൻ്റെയും പ്രോഡക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ വേറെ ഒന്നും പ്രൂവ് ചെയ്യാനില്ല. അപ്പോൾ എന്തായാലും അതിനൊരു പ്രൈം ഫാക്ടർ ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും പ്രൂവ് ചെയ്യാനില്ല. ഇനി n കോമ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഇഫ് n ഈസ് കോമ്പോസിറ്റ് ദെൻ ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റിജർ d സാറ്റിസ്ഫൈയിങ് d ഡിവൈഡ്സ് n. എന്തായാലും n കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ അതിന് ഒരു ഡിവൈസർ ഉണ്ടായിരിക്കും, d എന്ന് പറഞ്ഞ ഒരു ഡിവൈസർ ഉണ്ടായിരിക്കും. ആ ഡിവൈസർ എപ്പോഴും എങ്ങനെയായിരിക്കും? 1 ലെസ് ദാൻ d ലെസ് ദാൻ n ആയിരിക്കും. n-നേക്കാൾ കുറവും 1-നേക്കാൾ വലുതുമായിരിക്കും. ഇനി ഇങ്ങനെയുള്ള എല്ലാ ഡിവൈസേഴ്സും എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ലീസ്റ്റ് 1നെ നമുക്ക് P1 എന്ന് പേര് കൊടുക്കാം. എല്ലാ ഡിവൈസ് n-ൻ്റെ എല്ലാ ഡിവൈസേഴ്സും എഴുതി അതിലെ ഏറ്റവും ലീസ്റ്റ് 1നെ നമുക്ക് എന്ത് പേര് കൊടുക്കാം? P1. കാരണം ഒരു പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് ഇത് വരിക, അതുകൊണ്ട് അതിനൊരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടായിരിക്കും വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പ്രകാരം. അതുകൊണ്ട് ആ ഡിവൈസേഴ്സിൻ്റെ കളക്ഷനിലെ ഏറ്റവും ചെറുതിനെ നമുക്ക് P1 എന്ന് പേര് കൊടുത്തു. അപ്പോൾ P1 എന്ന് പറയുന്നത് എന്താവാനേ നിവൃത്തിയുള്ളൂ? പ്രൈം നമ്പർ ആവാനേ നിവൃത്തിയുള്ളൂ. കാരണം എല്ലാ ഡിവൈസേഴ്സും എഴുതി കഴിഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണ് വരിക? എന്തായാലും ഒരു പ്രൈം നമ്പർ അല്ല, അത് പ്രൈം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിനേക്കാൾ താഴെ വേറെ ഒരെണ്ണം ഉണ്ടെന്നല്ലേ. അതുകൊണ്ട് P1 എന്ന് പറയുന്നത് എന്താവുള്ളൂ? എന്തായാലും ഒരു പ്രൈം നമ്പറേ ആവുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? വീണ്ടും നമുക്കൊരു ഡിവൈസർ കാണാൻ പറ്റും Q എന്ന് പറയുന്നത് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ Q ലെസ് ദാൻ P1. P1 എന്ന് പറയുന്നത് ഒരു ലീസ്റ്റ് ഡിവൈസർ അല്ലെങ്കിൽ P1-നേക്കാൾ താഴെ നമുക്ക് വീണ്ടും വേറൊരു ഡിവൈസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ലെസ് ദാൻ Q ലെസ് ദാൻ P1 ആവുകയും ചെയ്യും. ആ Q എന്ന് പറയുന്നത് P1-നെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യും.
പക്ഷേ നമുക്കറിയാം P1 എന്ന് പറയുന്നത് എന്നിൻ്റെ ഒരു ഫാക്ടറാണെന്ന് അല്ലേ, P1 ലീസ്റ്റ് ഫാക്ടറാണ്. അപ്പോൾ P1 ഡിവൈഡ്സ് എന്നുമാണ്. Q ഡിവൈഡ്സ് P1ഉമായിരിക്കും, P1 ഡിവൈഡ്സ് എന്നുമായിരിക്കും. അത് രണ്ടും കൂടി ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Q ഡിവൈഡ്സ് N എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ Q ഡിവൈഡ്സ് N എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? Q ആണ് നമുക്ക് കിട്ടിയത്, P1 ആണ് ലീസ്റ്റ് ഇൻറ്റിജർ എന്നാണ്. അതിൻ്റെ താഴെ വേറൊരു D ഉണ്ടെങ്കിൽ എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന വേറൊരു ഇൻറ്റിജർ ഉണ്ടെങ്കിൽ നമ്മുടെ അസംഷൻ റോങ് ആവില്ലേ? നമ്മളെടുത്തത് എല്ലാ ഡിവൈസസിലും വെച്ച് ഏറ്റവും ചെറുത് P1 ആണെന്നാണ് എടുത്തത്. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ വേറൊരു Q കിട്ടി P1നേക്കാളും ചെറുതായിട്ട്, അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് P1 തന്നെയാണ് ഏറ്റവും ലീസ്റ്റ്. അത് അങ്ങനെ ആവണമെങ്കിൽ P1 എന്നുള്ളത് എന്തായിരിക്കണം? ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. അപ്പോൾ P1 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? P1 ഇൻറ്റു സം N1 എന്ന് എഴുതാം. P1 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പറാണ്. N1 എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ വേണമെങ്കിൽ ആയിക്കോട്ടെ, എന്നിനേക്കാൾ താഴെയുള്ള വേറെ ഏതോ ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ 1 ലെസ് ദാൻ N1 ലെസ് ദാൻ N ആയിട്ട് നമുക്ക് എന്നിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എന്നിനെ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? n ഈക്വൽ ടു P1 ഇൻറ്റു N1 എന്ന് എഴുതാം. ചിലപ്പോൾ N1 എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൈം ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. P1 ഇൻറ്റു സം അനദർ പ്രൈം നമ്പർ. അപ്പോൾ എന്നിനെ നമുക്ക് രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മുടെ തിയറം കംപ്ലീറ്റ് ആയി. ഇനി N1 എന്നുള്ളത് പ്രൈം നമ്പർ അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. N1ൻ്റെ എല്ലാ ഡിവൈസേഴ്സും മതി. അതിൽ ഏറ്റവും ലീസ്റ്റ് നമ്പറിനെ നമുക്ക് P2 എന്ന് പേര് കൊടുക്കാം. അപ്പോൾ N1നെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? N1 ഈക്വൽ ടു ഇതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ P2 ആണ്. വീണ്ടും അതിന് ഒരു N2 എന്നുള്ള വേറൊരു ഫാക്ടർ ഉണ്ടായിരിക്കും. N2 പ്രൈം ആണെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? N ഇസ് ഈക്വൽ ടു P1 ഇൻറ്റു N1 ആയിരുന്നു. N1നെ നമുക്ക് P2 N2 എന്നാണ് എഴുതി. N2 പ്രൈം ആണെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ മൂന്നും എന്ത് കിട്ടി? പ്രൈം നമ്പേഴ്സ് കിട്ടും. ഇനി N2 പ്രൈം അല്ലെങ്കിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം. N2 ഈക്വൽ ടു P3 ഇൻറ്റു N3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, N3 പ്രൈം ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇത് തുടർന്നുകൊണ്ട് പോവുക. എന്തായാലും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്ത് പോകും. കാരണം n എന്ന് പറയുന്നത് നമ്മളൊരു ഫൈനൈറ്റ് നമ്പർ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ കൂടിയും n എന്നുള്ളത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ട് പോകാൻ പറ്റുക. അതായത് n ഗ്രേറ്റർ ദാൻ N1 ഗ്രേറ്റർ ദാൻ N2 ഗ്രേറ്റർ ദാൻ എക്സെട്ര ഗ്രേറ്റർ ദാൻ 1. അതായത് നമുക്ക് അവസാനം എന്ത് കിട്ടും? ഒരു kth സ്റ്റെപ്പിലോ അല്ലെങ്കിൽ ഒരു nk-1 സ്റ്റെപ്പിലോ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്തായിട്ട് കിട്ടും? പ്രൈം ആയിട്ട് കിട്ടും. അവസാനം ഒരു പ്രൈം നമ്പർ ആയിട്ട് കിട്ടും. അപ്പോൾ അവസാനം കിട്ടുന്ന ആ പ്രൈം നമ്പറിനെ നമ്മൾ PK എന്ന് പേര് കൊടുക്കുകയെന്ന് വിചാരിക്കും. അവസാനം കിട്ടുന്ന പ്രൈം നമ്പറിനെ PK എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എന്നിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? n ഇസ് ഈക്വൽ ടു P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PK. ഈ ഒരു സ്റ്റെപ്പിൽ അത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തിയറം പ്രൂവ് ചെയ്തു. എന്നിനെ ഒരു K പ്രൈംസിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് അടുത്തത് പ്രൂവ് ചെയ്യാനുള്ളത് ഇത് യുണീക്ക് ആണെന്ന് കാണിക്കണം. യുണീക്ക് ആണെങ്കിൽ നമുക്ക് എന്തെടുക്കുക? രണ്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് എടുക്കുക. അതായത് n ഇസ് ഈക്വൽ ടു എങ്ങനെ എടുക്കുക? n ഇസ് ഈക്വൽ ടു P1 P2 എക്സെട്ര PR എന്നും വേറൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ട് Q1 Q2 എക്സെട്ര QS. ഇതിൽ P1 P2 PR എന്നൊക്കെ പറയുന്നത് പ്രൈംസ് ആണ്. അതേപോലെ തന്നെ Q1 Q2 എക്സെട്ര QS എന്ന് പറയുന്നതും പ്രൈംസ് ആണ്. രണ്ടും ഈക്വൽ നമ്പർ ആയിട്ടല്ല എടുത്തിരിക്കുന്നത്. ഇവിടെ R ടേംസ് ആണ് ആദ്യത്തേതിൽ, രണ്ടാമത്തേതിൽ S ടേംസ് ആണ്. R ലെസ് ദാൻ ഓർ ഈക്വൽ ടു S ആയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ട് തരം പ്രൈംസിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന P1 P2 ഒരു ഓർഡർ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. P1 ആണ് ഏറ്റവും ചെറുത്. P1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര PR. ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ Q1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര ലെസ് ദാൻ ഓർ ഈക്വൽ ടു QS. ഈ ഒരു രീതിയിലാണ് നമ്മളതിനെ പ്രോഡക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം അറിയാം. ഈ n ഇസ് ഈക്വൽ ടു ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PR ഈക്വൽ ടു Q1 ഇൻറ്റു Q2 ഇൻറ്റു എക്സെട്ര QS എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ഇതിൽ ഈ പ്രോഡക്റ്റിൽ ഈ P1 എന്ന് പറയുന്നത് ഇതിൽ ഒരു നമ്പർ എന്തായാലും ഇത് ഈക്വൽ ടു n ആണ് അല്ലേ? P1 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? P1 എന്ന് പറയുന്നത് n-നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? P1 എന്ന് പറയുന്നത് n-നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് P1 എന്ന് പറയുന്നത് ഏതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? Q1 ഇൻറ്റു Q2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു QS-നെ ഡിവൈഡ് ചെയ്യും. കാരണം n-ന് പകരം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ P എന്ന് പറയുന്നത് Q1 Q2 എക്സെട്ര QS-നോട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ തിയറത്തിൽ എന്താ പഠിച്ചത്?
ഇങ്ങനെ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രൈംസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? P1 എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു QIനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. ഏതാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഏതോ ഒരു QIനോട് P1 എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, കാരണം എല്ലാം പ്രൈംസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് K എന്നുള്ള വാല്യൂവിനാണ് ഈക്വൽ ആവുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? P1 ഈക്വൽ ടു സം QK. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യണം ഏതോ ഒരു K വാല്യൂവിന് അത് ഈക്വൽ ആണെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും P1 എന്ന് പറയുന്നത് Q1നേക്കാളും വലുതായിരിക്കും എന്ന് പറയാൻ പറ്റും. കാരണം എന്തായിരിക്കും? ഇവിടെ P1ൻ്റെ വാല്യൂ ഈ Q1 Q2 ഇങ്ങനെ എഴുതാം, ഒരു പ്രാവശ്യം കൂടി എഴുതാം. P എന്ന് പറയുന്നത് Q1 Q2 എക്സിട്ര, ഇവിടെയാണ് QK വരുന്നത്, പിന്നെ പോയി QS വരെയാണ് വരുന്നത്. ഇപ്പം നമ്മളെടുത്തത് P എന്ന് പറയുന്നത്, അല്ലെങ്കിൽ P അല്ല P1 എന്ന് പറയുന്നത് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം പ്രൈംസ് ആയതുകൊണ്ട് P ഏതെങ്കിലും ഒരു QIനെ ഡിവൈഡ് ചെയ്യുന്നു. സേ QK എന്നാണ് നമുക്കിപ്പോൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ P എന്ന് ഇത് ഇതിനോടാണ് ഈക്വൽ ആയത്. ഇത് ഏത് ഓർഡറിലാണ് വന്നിട്ടുള്ളത്? Q1 ആണ് അതിൽ ഏറ്റവും ചെറുത്, പിന്നെ Q2 അതിനേക്കാൾ വലുത്, QK അതിനേക്കാൾ. P1 ഏതിനോട്? P1ൻ്റെ പ്ലേസ് ഇവിടെയാണ് വരുന്നത്, QKൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഇതിൽ P1 ആണോ Q1 ആണോ വലുത് വരിക? P1 ആണ് വലുത് വരിക. P1 ഗ്രേറ്റർ ദാൻ, ചിലപ്പോൾ ഈക്വൽ ആവാം. അതായത് ഈ Kയുടെ വാല്യൂ 1 ആണെങ്കിൽ, Kയുടെ വാല്യൂ 1 ആണെങ്കിൽ Q1നോട് P1 ഈക്വൽ ആവും. അപ്പോൾ P1ഉം Q1ഉം എന്തായി? ഈക്വലായി. അതല്ല Kയുടെ വാല്യൂ 2 ആണെങ്കിലോ? Kയുടെ വാല്യൂ 2 ആണെങ്കിൽ Q1നേക്കാൾ വലുതാണ് P1. Kയുടെ വാല്യൂ K തന്നെയാണെങ്കിൽ Q1നേക്കാളും വലുതാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? P1 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാൻ പറ്റും? P1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ തിരിച്ചെടുക്കുക. അപ്പോൾ P1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q1 എന്ന് നമുക്ക് കിട്ടി കേട്ടോ. അതായത് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തിരിച്ചെടുക്കുക. അതായത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഈ ഒരു റിസൾട്ടിൽ നിന്ന് ഈ ഏതെങ്കിലും ഒരു Q1 Nനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് എഴുതാം. Q1 എന്ന് പറയുന്നത് ഈ Nനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് Q1 ഡിവൈഡ്സ് Nന് പകരം ഈ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക, P1 P2 എക്സിട്ര PR. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതെല്ലാം പ്രൈംസ് ആയതുകൊണ്ട് Q1 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു PIനെ ഡിവൈഡ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു PIനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് PKനെയാണ് ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? PK എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? Q1 എന്ന് പറയുന്നത് P1നേക്കാളും വലുതാണ് എന്ന് പറയാൻ പറ്റും. കാരണം P1 കിടക്കുന്നത് ഫസ്റ്റ് നമ്പർ ആയിട്ടാണ്. ഇവിടെ PKനോടാണ് Q1 ഈക്വൽ ആയത്. അപ്പോൾ Q1 ഇവിടെയാണ് വരിക. അപ്പോൾ P1 ആയിരിക്കും ചെറുതായിട്ട് വരിക, Q1 ആണ് വലുതായിട്ട് വരിക. ഇങ്ങനെ കിട്ടി. നേരത്തെ കിട്ടിയത് എന്തായിരുന്നു? P1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q1 എന്നും കിട്ടി. ഇപ്പോൾ കിട്ടിയത് എന്താ? Q1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P1. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? P1 ഈക്വൽ ടു Q1 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ രണ്ടിലും P1 ഇതേപോലെ നമുക്ക് ഇതിൽ P1ഉം Q1നോട് ഈക്വൽ ആയി. അപ്പോൾ കോമൺ ആയിട്ടുള്ള രണ്ട് ടേമിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? രണ്ടിൽ നിന്ന് P1ഉം Q1ഉം ഈക്വൽ ആയതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്താ വരിക? P2 P3 എക്സിട്ര PR ഈക്വൽ ടു Q2 Q3 എക്സിട്ര QS എന്ന് കിട്ടും. ഇനി ഇപ്പോൾ അപ്ലൈ ചെയ്ത അതേ രീതി വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുക. അതായത് P2 എന്നുള്ളത് ഈ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ P2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Q2 എന്ന് കിട്ടും. തിരിച്ച് അപ്ലൈ ചെയ്താൽ Q2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P2 എന്ന് കിട്ടും. അവസാനം P2ഉം Q2ഉം ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വീണ്ടും P2നെയും Q2നെയും കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതുപോലെ അടുത്ത സ്റ്റെപ്പിൽ ഇതേപോലെ തുടർന്ന് പോയാൽ P3യും Q3യും ഈക്വലും അത് കട്ട് ചെയ്യും. അങ്ങനെ പോയി PRഉം QRഉം QR ആണ് കട്ട് ചെയ്യുക കേട്ടോ. PRഉം QRഉം കട്ട് ചെയ്ത് പോകും. പക്ഷേ ഇവിടെ പിന്നെയും ടേംസ് എക്സിസ്റ്റ് ചെയ്യും. കാരണം എന്താ? നമ്മൾ R ലെസ് ദാൻ S എന്നാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ R ഒരു 10ഉം S ഒരു 15ഉം ആണെങ്കിൽ ഇവിടെ 10 ടേംസിനെ നമ്മൾ കട്ട് ചെയ്താൽ ഇവിടത്തെയും 10 ടേംസിനെ കട്ട് ചെയ്താൽ വീണ്ടും ഇവിടെ 5 ടേംസ് എക്സ്ട്രാ വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് P1 P2 എക്സിട്ര PR എന്നുള്ളതെല്ലാം കട്ട് ചെയ്ത് പോയാൽ അവസാനം ലെഫ്റ്റ് സൈഡ് എന്ത് വരും? അവസാനം ലെഫ്റ്റ് സൈഡ് 1 എന്നും വരും. റൈറ്റ് സൈഡിൽ എന്ത് വരും? റൈറ്റ് സൈഡിൽ എന്ത് വരും? 6 കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ QR+1 QR+2 എക്സിട്ര QS എന്ന് വരും. ഓക്കെ, പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ QIസും പ്രൈം നമ്പേഴ്സാണ്. എല്ലാ പ്രൈം നമ്പേഴ്സും ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഇത്രയും ടേംസിൻ്റെ പ്രോഡക്റ്റ് ഒരിക്കലും എന്തായിട്ട് വരില്ല? 1 ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് ഒരിക്കലും പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ എക്സ്ട്രാ ടേംസ് വരില്ല. അതായത് Rഉം Sഉം എന്തായിട്ടേ വരുള്ളൂ? ഈക്വൽ നമ്പറായിട്ടേ വരുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ?
അപ്പം തൊട്ട് മുമ്പ് നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് കിട്ടിയത് P1 ഈക്വൽ ടു Q1 കിട്ടിയിട്ടുണ്ടായിരുന്നു, P2 Q2 എക്സെട്ര PR ഈക്വൽ ടു QR എന്നാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് എന്നിനുള്ള റെപ്രസെൻറ്റേഷൻ P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PR ദാറ്റ് ഈസ് ഈക്വൽ ടു Q1 ഇൻറ്റു Q2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു QR തന്നെയാണ് വരുള്ളൂ. ബാക്കിയുള്ള ടേംസ് എല്ലാം വരില്ല. ഓക്കെ, ആറും എസും ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ ഈ രണ്ട് റെപ്രസെൻറ്റേഷൻസും എന്താണെന്ന് കിട്ടി? രണ്ടും ഐഡൻറ്റിക്കലാണെന്ന് കിട്ടി. അതായത് രണ്ടും സെയിം ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. ഏത് പോസിറ്റീവ് ഇൻറ്റിജർ n എടുത്താലും ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആൻഡ് ദാറ്റ് റെപ്രസെൻറ്റേഷൻ ഈസ് ഓൾസോ യുണീക്ക്. അത്രയാണ് നമ്മളിതിൽ പ്രൂവ് ചെയ്തത്.